നമസ്കാരം. നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കാനില്ലാത്ത അവസ്ഥ, കൂടുതൽ നേരം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നൊരു ഫീല്, പേരിന് വേണ്ടി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നുമല്ല, അത് നിനക്ക് സംശയം തോന്നുന്നതാണ്, നിനക്ക് സംശയമുള്ളതുകൊണ്ടാണ് അങ്ങനെ, ഞാൻ പഴയ പോലെ തന്നെയാണ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പണ്ട് സംസാരിച്ചിരുന്ന പോലെ അത്രയൊന്നും സംസാരിക്കാതെ പേരിന് മാത്രം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. പിന്നെ തിരക്കാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിട്ടു മാറുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വ്യക്തിക്ക് മറ്റൊരു ചിന്ത എന്തോ ശക്തമായത് മനസ്സിൽ കയറിയത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഈ വിട്ടു പോകുന്നത്. അതല്ല, യഥാർത്ഥ സ്നേഹം നിങ്ങളോടുണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങളോടും തുറന്നു പറയും. ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തുറന്നു പറയും. എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിക്കും. അത് പറയാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ലാത്ത അവസ്ഥയും ഒക്കെ ആ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും. നിങ്ങൾക്ക് അതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെഡിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ചെയ്ത് പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. അതിനൊരു ഫലം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങളത് ഉപേക്ഷിക്കാൻ തുടങ്ങും. അത് ഫലം കിട്ടുന്നത് എത്രത്തോളം നമ്മൾ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. അതുപോലെ തന്നെ വിശ്വാസത്തോടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുക. അത് ചില വ്യക്തികൾക്ക് ഒരു മാസം കൊണ്ടാവും, ചിലപ്പോൾ 2 ആവും, 3 ആവും, 6 മാസമാവും. അത് അങ്ങനെ നീണ്ടു പോകും. അത് ഓരോ വ്യക്തിയുടെ മാനസികമായ ഒരു ഏകാഗ്രതക്കനുസരിച്ചാണ് അത് കിട്ടുന്നത്. അങ്ങനെ ചില വ്യക്തികൾക്ക് അത്രയും സമയം കാത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം 6 മാസം 3 മാസമൊക്കെ കാത്തിരിക്കുമ്പോഴേക്ക് ഈ വ്യക്തിയുടെ പാട് നോക്കി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് പെട്ടെന്ന് കാര്യം നടക്കണം, പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടന്ന് ജീവിതം പഴയ പോലെ ആവണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ നിങ്ങളിൽ നിന്നുള്ള ഈ മാനസികമായ അകൽച്ച മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കുറേ കാലം എന്താണെന്ന് ആലോചിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിന് നിങ്ങൾക്ക് അത്രയും സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അതിന് മെഡിറ്റേഷൻ നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങൾക്കത് ചെയ്യാം. ഞാനീ പറഞ്ഞ പോലെ അത് കുറച്ച് നാൾ ചെയ്ത് നിങ്ങളതിൽ നിന്ന് വിട്ട് പോവരുത്, അത് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ പ്രണയത്തിലോ സ്നേഹത്തിലോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ ജീവിത പങ്കാളിയുമായിട്ടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും മെഡിറ്റേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് മറ്റൊന്നിലേക്കുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. പല ആളുകൾക്കും സംഭവിക്കുന്നത് നല്ല രീതിയിൽ അങ്ങനെ പോവും, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യം എല്ലാം നോക്കുന്നത്. അങ്ങനെയല്ല, ജീവിതമാകുമ്പോൾ നമ്മളൊരു ചെടി വെച്ചാൽ പോലും നമ്മളതിന് സ്ഥിരം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നനവ് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി വാടിപ്പോവും. അതേപോലെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ അത് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അതിന് നമ്മളൊന്നും ചെയ്യാതെ അതങ്ങനെ ഒരു പോകുന്ന രീതിയിൽ അങ്ങനെ പോയിട്ട് കൈവിട്ട് പോകാൻ നേരത്ത് നമ്മൾ എന്തും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കൈവിട്ട് പോയവർക്കായി പെട്ടെന്ന് അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ പഴയ പോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞ് അതിൻ്റെ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതേ രീതിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.